നമസ്കാരം. എക്സ്പെക്ട് കഫേയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥിയായ രഞ്ജിത്ത് കുമാർ നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ഷോ. ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്തിന് കൂടുതലായിട്ട് വിളിക്കണ്ട, എൻ്റെ പേര് എല്ലാവരും വിളിക്കുന്നത് രഞ്ജു ഇല്ലെങ്കിൽ രഞ്ജി. രഞ്ജി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എക്സ്പെക്ട് കഫേ. ഹായ് ഗൈസ്. എന്താണ് വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ ദുബായിൽ വന്നു. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ പാലക്കാടാണ്. അതെ. പാലക്കാട് ടൗണിൽ തന്നെയാണ്. പഠിച്ചതെല്ലാം പാലക്കാട് തന്നെയാണ്. ഓക്കെ. കുഴപ്പമില്ലാതെ പാലക്കാട് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അച്ഛൻ റെയിൽവേയിലാണ്. ഓക്കെ. അമ്മ ഹൗസ് വൈഫ്. റെയിൽവേയിൽ? ഓക്കെ. അമ്മ ഹൗസ് വൈഫാണ്. ഓക്കെ. പിന്നെ ഒരു അനിയനുണ്ട്. കല്യാണം കഴിഞ്ഞു. കല്യാണം എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് കല്യാണമാണോ അതോ? അല്ല, ലവ് മാരേജ് ആയിരുന്നു. വാവ്, ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഒരു തലവിധിയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നാട് വിടും. നിങ്ങൾ നാട് വിടുമോ? ഞാൻ നാട് വിടും. അല്ല, പെണ്ണിന്റെ കൂടെയാണോ അതോ? അല്ല, രഞ്ജിന്റെ കൂടെ അല്ല. അത് തലവിധിയാണ്. ഞാൻ നാട്ടിൽ നിൽക്കാൻ എനിക്ക് ആ ഗ്യാപ്പ് കിട്ടില്ല. അവരായിട്ട് പ്രേമിച്ച് നടക്കാനോ അങ്ങനെയൊന്നും ഗ്യാപ്പ് കിട്ടില്ല. നമ്മൾ ഒരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഫോണിലൂടെയാണോ അതോ? അതെ, ഒരു മാരേജിന് മുന്നൊന്നും സംസാരിക്കാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ ലവ് എന്ന് പറയും? ലവ് എന്നല്ല, നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ലവ് എന്ന് പറയുന്നത് വെച്ചാൽ എന്നും വിളിക്കുന്നത് മാത്രമല്ല, നമ്മളും അവർ തമ്മിലൊരു ആത്മബന്ധം ഉള്ളിലുണ്ടാവുന്നതാണ്. അതാണ്. അപ്പോൾ അല്ല, ഇതിപ്പോൾ എങ്ങനെയായാലും ഒരു ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ഫസ്റ്റ് കണ്ടു, സംസാരിച്ചു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണക്ഷൻ എങ്ങനെ? നിങ്ങൾ നാട് വിട്ടു എന്ന് പറയുന്നു. ഞാൻ നാട് വിടാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വൈഫ് ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കുറച്ചൊക്കെ ഒരു മാക്സിമം ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് ഗൾഫിക്കുള്ള ഒരു വേക്കൻസി വന്നു. അങ്ങനെ കയറി വന്നു. ഒരു 1-2 തവണ വിളിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. വീട്ടിലേക്ക് നടന്നില്ല. അപ്പോൾ അല്ല, അവരുടെ വീട്ടിൽ പ്രശ്നമാണോ അതോ നിങ്ങളെ വീട്ടിലാണ്? അവരുടെ വീട്ടിൽ പ്രശ്നമായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിളിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. രണ്ടും ഒരേ റിലേഷൻ ആയിരുന്നല്ലോ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നാട്ടിൽ 2 വർഷത്തിന് ശേഷമാണ് പോയി പിന്നീട് കാണുന്നത്. 2 വർഷം? അതുവരെ ഞങ്ങളൊരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫോണോ ഒന്നുമില്ലാതെ? ഇല്ല. എന്നിരുന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അതൊക്കെയെന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ട്രൂ ലവ് എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇപ്പോൾ ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും. വാവ്, ഗുഡ്. ഓക്കെ. പിന്നീട് അങ്ങനെ പോയി 2 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ചു വന്നു. സെയിം കമ്പനിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് അതോ? അല്ല, ഞാനിപ്പോൾ സെയിം കമ്പനിയിൽ നിന്നല്ല, ആദ്യം വന്ന കമ്പനിയിൽ നിന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷം വേറെ കമ്പനിയിലേക്ക് മാറി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കമ്പനിയിൽ തന്നെ പോയി. അവിടെ ഒരു 5 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് തിരിച്ച് വീണ്ടും പഴയ കമ്പനി തന്നെ, ആദ്യത്തെ കമ്പനി ഇവിടെ ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി തന്നെ തിരിച്ച് അവർ തന്നെ വിളിച്ചു. ഓക്കെ. അപ്പോൾ ഈ പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് എന്താ പറയുക, നല്ല മൂമെൻറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ബാഡ് മൂമെൻറ്റ്സും ഉണ്ടാവും. ബാഡ് നമുക്ക് വിഷമിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. ബാഡ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ ഉണ്ട്, പക്ഷെ അത് സത്യം പറഞ്ഞു വെച്ചാൽ ഒരു പോലീസിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. എവിടെ? ഇവിടുത്തെ പോലീസാണോ നാട്ടിൽ? ഇവിടെ അല്ല, ഷാർജയുടെ ഒരു പോലീസിൻ്റെ ഒരു ഇഷ്യൂ. ഓക്കെ. അത് നിങ്ങളെ സംബന്ധിച്ചുമായിട്ടുള്ള നിങ്ങളെ തെറ്റാണോ അതോ? എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഞാനവിടെ എൻ്റെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് CCTV ആണ്. അപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഈ പറയുന്ന ഷോപ്പ് പറയാം, ഈ KFCൻ്റെ എല്ലാം ഓൾ ഓവർ UAE മെയിൻ്റെനൻസ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. KFC, പിസ്സ ഹട്ട്, ഹർദീസ് എന്നുണ്ട്. അവരുടെ എല്ലാ ഓൾ ഓവർ UAE മൊത്തം ഞാൻ ഒറ്റ ഒരാളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രണ്ടാമത്തെ കമ്പനിയിൽ. അപ്പോൾ നിങ്ങളുടെ ടീമിലെ ഹെഡായിരുന്നു അതോ ടീം ലീഡർ? ബാക്കിയുള്ളവരെ നിങ്ങൾ? ഓക്കെ. അപ്പോൾ അവിടെ ഒരു മോഷണം നടന്നു. അത് അവർ പോലീസുകാർ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു ബോഡി ലാംഗ്വേജും അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് വെച്ചാൽ അവർ 2-3 ദിവസത്തോളമായി അതിൻ്റെ പുറകിൽ നടക്കുന്നതായിരുന്നു. ഷാർജയിൽ വെച്ചിട്ടാണ് സംഭവം. പക്ഷെ അവർ പെട്ടെന്ന് കണ്ടത് നോക്കുമ്പോൾ അവർ പറയുന്നത് ഷൂ
അതുപോലെ തന്നെ കായിലൊരു ബ്രേസ്ലെറ്റ് പോലത്തെ സൈലന്റ് സ്റ്റീലിന്റെ പോലത്തെ ഒരു വാച്ച്, അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് ഞാനും യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ. രഞ്ജു അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അത്. ഞാൻ എല്ലാ ഷോപ്പിലും പോകുന്ന, ഞാൻ മെയിൻ്റെനൻസിന്റെ ആളാണ്. അപ്പൊ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എനിക്ക് നമ്മൾ നാട് വിട്ട് വന്നത് ഇവിടുന്ന് നമ്മളെ ഉപജീവന മാർഗത്തിന് നമ്മൾ മാന്യമായിട്ട് രീതിയിൽ പോകുന്ന ഇതാണ് നമ്മുടെ ഒരു കാര്യം. അല്ലാതെ മറ്റുള്ളവരുടെ ഒന്നും നമുക്ക് ആഗ്രഹം ഇല്ല. പക്ഷെ അത് അവരടുത്ത് നിന്നുള്ളൊരു മോശമായിട്ടുള്ളൊരു മിസ്റ്റേക്ക് വന്നു. പക്ഷെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ചെയ്തു. ഓഫീസിൽ നിന്ന് എനിക്ക് അത്രയും ഇൻവോൾവ്, എല്ലാത്തിലും ആക്സസ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യണം. പക്ഷെ അത് അവിടെ ക്ലോസ് ചെയ്തു. നിങ്ങൾ പിന്നെ നിരപരാധിത്വം അവർ ഇതാക്കി അവർ ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സന്തോഷമായിട്ടുള്ള മൂമെൻറ്റ്സ് ഒരുപാടുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട്. അത് എന്തൊക്കെയാണ്? പുതിയ ഫ്രണ്ട്സുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പ്രൈസ് കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ കിട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ, സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണുള്ളത്? സന്തോഷപരമായ യു.എയിൽ വന്നതിന് ഏറ്റവും വലിയ സന്തോഷം. യു.എയിൽ വന്ന ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പോലെ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. അതെ, നമുക്ക് നമ്മുടെ നാട്ടില് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ പിന്നെ കൂടെ പഠിച്ചവര്, അതെ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ, ഞാൻ മാക്സിമം കൂടുതൽ നാട്ടിൽ നിന്നിട്ടില്ല. അപ്പൊ എന്റെ പരിസരത്തുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഫ്രണ്ട്സേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ഫ്രണ്ട്സ് എന്ന് പറയാം. അതെ, അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കായാലും ട്രിവാൻഡ്രമുള്ള ഫ്രണ്ട്സ് ഉണ്ട്, തൃശ്ശൂരുള്ള ഫ്രണ്ട്സ് ഉണ്ട്, കോഴിക്കോടുള്ള ഫ്രണ്ട്സുകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ രഞ്ജു നമ്മൾ ഒന്നിച്ചൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ട്സാണ് അന്ന് മുതൽ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മുടെ റഷീദ് ഫാറക്കൽ, നമ്മുടെ ആളെ അതായിരുന്നു മറ്റേ ഫേമസ് ആയ ഒരു സോങ് ഉണ്ടല്ലോ, മഴ ചാറും ഇടവഴിയിൽ. ആ ഒരു സോങ് എഴുതിയ ഒരു പ്രേക്ഷകർക്ക് അറിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ റഷീദ് പാറക്കലിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനും രഞ്ജുവും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഒരൊറ്റ സീനിലാണ് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരൊറ്റ സീൻ എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക, എന്നെയും രഞ്ജുവിനെയും എന്താ പറയുക, ഇത് മുതൽ താഴെ വരെ മണ്ണിനടിയിൽ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. കുഴിച്ചിട്ടിട്ട് മണിക്കൂറുകളോളം നമ്മൾ അതിൻ്റെ താഴെ ഇരുന്നിട്ട് ഒരൊറ്റ ഷോട്ടിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. അത് ഒരു നല്ലൊരു രസമായിരുന്നു. പക്ഷെ അത് വന്നപ്പോൾ, ആ സീന് വന്നപ്പോൾ ഉണ്ടല്ലോ, അതൊരു വമ്പം. എന്താ വെച്ചാൽ ആ കുട്ടി പേടിക്കുന്ന ഒരു സംഭവം. എന്നുവെച്ചാല് അത് ഭയങ്കര ഇതാണ്. എന്താ വെച്ചാല് ആ കുട്ടി എങ്ങനെ നോക്കിയിട്ട് പേടിക്കുന്നില്ല. എന്താ വെച്ചാല് നമ്മൾ അത്രയും ഫ്രണ്ട്സാണ്, അത്രയും എന്താ പറയുക. റഷീദ്ക്കാണെങ്കിൽ ആകെ ഇതായിട്ടാണ് നിൽക്കുന്നത്, അസോസിയേറ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കുട്ടി പേടിക്കും, എന്താ പ്രശ്നം, കുട്ടി പേടിക്കുന്നില്ല. ഓക്കെ, കുട്ടി പേടിക്കുന്നത് ഞാനെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഇങ്ങോട്ട് എൻട്രി ചെയ്തു. രഞ്ജുവിനെ കണ്ടു റൂമിൽ, 2 റൂമിലാണ്, ഒരു എംടി ഒരു പ്ലേസിൽ. അതിൽ രഞ്ജുവിനെ കണ്ടു വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഷോർട്ട് ഫിലിം അവൻ്റെ പേര് ഞാൻ നമ്മുടെ മറ്റേതാണ്, മറ്റേ എന്തോ ഒരു അങ്ങനെ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എൻ്റെ മുടി ഇങ്ങോട്ട് നോക്കി, പെൺകുട്ടി ഇങ്ങോട്ട് നോക്കുന്ന ഇടയിലാണ് ഞാനൊരു സൗണ്ടാണ് ഉണ്ടാക്കി. ആ സൗണ്ടിൽ കുട്ടി പേടിച്ചു. എന്താ പറയുക, അത്രയും പേടിച്ചിട്ട് കുട്ടി പേടിച്ചു പോയി, ബാക്കിലോട്ട് പോയി. അപ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഏതൊക്കെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്? ഷോർട്ട് ഫിലിംസോ അങ്ങനെ എന്തെങ്കിലും? ഫിലിംസിനോടൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ കണ്ട നല്ലൊരു വില്ലൻ റോളിലേക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ അടുത്ത പ്രൊജക്റ്റിലൊക്കെ ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. നല്ല കാര്യം. അതെ, വെറുതെ ഇരുന്ന് മറ്റേ എന്താ പറയാ, പായൽ പിടിക്കുന്നു, പായ പൂപ്പല വിട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നാട്ടിലെ സന്തോഷകരമായിട്ടുള്ള എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? എന്താ പറയുക, ഹാപ്പി മൊമെന്റ്സ് ഫാമിലി ആയിട്ടുള്ള ഓക്കെ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ ഇത് പിന്നെ കുട്ടീനെ പിന്നെ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 വർഷത്തോളമായി. 6 വർഷത്തോളമായി. ഓക്കെ. ഇപ്പോൾ വൈഫ് ഇവിടെ തന്നെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഇപ്പോൾ രണ്ടാമത്തെ കമ്പനിയാണ് യു എയിൽ വന്നിട്ട് രഞ്ജുവിൻ്റെ. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ കമ്പനി. ഓക്കെ. അപ്പോൾ എല്ലാ കമ്പനിയിലും നല്ലൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടാവും ഇറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായും. ഓക്കെ. പിന്നെ വിഷമിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ? നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ വന്ന് ദുബായിൽ വന്നപ്പോൾ കുറേ എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ. കുറേ ഫ്രണ്ട്സുമായിട്ട്. ഓക്കെ. ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് തന്നെ കറക്കം. ഓക്കെ. ഫാമിലി ഉണ്ടെങ്കിലും ഫാമിലി കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവാണ് എന്ന് പറഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല. കാര്യം അവർക്കറിയാം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകാറുള്ളൂ. അതുകൊണ്ട് അവരും നല്ല ഇതാണ്. അവരും അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും നല്ലപോലെ കെയർ ചെയ്യും. ഓക്കെ. പിന്നെ സ്പോർട്സിനോട് അങ്ങനെ എന്തെങ്കിലും? ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ക്രിക്കറ്റ് പ്ലെയർ അല്ല. ഓക്കെ. ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. സ്കൂളിൽ അതെങ്ങനെയായിരുന്നു? എത്ര വരെയാണ്, എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എത്ര വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെ? ഞാൻ പഠിച്ചത് +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ. റെയിൽവേ സ്കൂളിൽ തന്നെയാണ്. വാ, ഈ റെയിൽവേ എന്ന് കാണുമ്പോൾ വേറൊരു നെസ്റ്റമാണ്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൈൻഡുകൾ റെയിൽവേയിലേക്ക് പോകും. എങ്ങനെയാണ് അച്ഛനൊക്കെ എത്ര മാസം കൂടുമ്പോഴാണ് വീട്ടിലേക്ക് വരാറ്? അതോ ഡെയിലി? അല്ല, അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മംഗലാപുരത്തായിരുന്നു. ഓക്കെ. അച്ഛൻ 2 ആഴ്ച കൂടുമ്പോഴാണ് അച്ഛൻ വരിക. 2 ആഴ്ച കൂടുമ്പോൾ? 2 ആഴ്ച കൂടുമ്പോൾ വരും. വന്നാൽ 2 ദിവസം ഉണ്ടാവുള്ളൂ. ഓക്കെ. ആ വരുന്നത് എന്ന് പറയുമ്പോൾ കാത്തിരിക്കുന്നൊരു ഫീലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു അച്ഛൻ വരുന്നത് നോക്കിയിരിക്കും. കാര്യം വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോഴേ വരുള്ളൂ. 2 ആഴ്ച വന്നാൽ പിന്നെ എത്ര ദിവസം വീട്ടിലുണ്ടാവും? 2-3 ദിവസം മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ. ഓക്കെ. കൂടുതൽ ഉണ്ടാവില്ല. പിന്നെ അച്ഛൻ വന്നു 2 ആഴ്ച 2-3 ദിവസം ഇരിക്കും, പോവും. പിന്നെ എന്തെങ്കിലും നമ്മളെ വിഷു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവും. പിന്നെ പഠിച്ചതെല്ലാം റെയിൽവേ സ്കൂളും കാര്യങ്ങളും പിന്നെ കൂട്ടുകാരും എല്ലാവരും ഓൾമോസ്റ്റ് എൻ്റെ കൂട്ടുകാരും ഇവിടെ തന്നെയുണ്ട്. കൂടെ പഠിച്ച പിള്ളേരും ഇവിടെ തന്നെയുണ്ട്. നല്ലൊരു ലൈഫായിരുന്നു. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക്, എന്താ വെച്ചാൽ പോലീസ് ആകുമ്പോൾ പോലീസുകാരൻ്റെ മകൻ, റെയിൽവേ ആകുമ്പോൾ റെയിൽവേൻ്റെ മകൻ, അങ്ങനെ ഒരു അതിൻ്റെ ഒരു കഥയുണ്ട്. അതൊരു നല്ല എക്സാം. ഞാൻ റെയിൽവേൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എൻ്റെ ഏജ് ഓവർ ആകുന്ന സമയമായിരുന്നു അത്. ആ ടൈമിൽ അത് എൻ്റെ ഏജ് ഓവറാണ് ആ എക്സാമിൻ്റെ ആ ഫീൽഡിൻ്റെ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ശരി നാളെ പോകണം എന്നുകൊണ്ടിരിക്കുക. പോകണം പറഞ്ഞ് ഇരിക്കുന്ന ദിവസമാണ് എക്സാം. ഓക്കെ. പോണെന്ന് പറഞ്ഞിരിക്കുന്നത് നാളെയാണ് പോകുന്നത്, പക്ഷെ ഇന്ന് എക്സാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൺപിള്ളേരെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു വീട്ടിൽ അതേ ആ ദിവസം അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എടാ നീ അത് പോയില്ല? ഞാൻ പറഞ്ഞു നാളെയല്ലേ. നാളെയാ ഡേറ്റ് നോക്കിയാ പറഞ്ഞു. ഞാൻ ഡേറ്റ് മെല്ലെ എടുത്ത് നോക്കി, ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ ആദ്യമായിട്ടാണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും റെയിൽവേൻ്റെ. പിന്നെ അതോടുകൂടി പിന്നെ റെയിൽവേനെ നിർത്തി. ഓക്കെ. അതോടുകൂടിയിട്ട് നിർത്തി? അതല്ല, പിന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യൽ നിർത്തി. ഓക്കെ. അതെ, ഞാൻ വിചാരിച്ചു അതോടുകൂടി കലാസക്കോട്ടയാണെന്ന് വിചാരിച്ചു. അപ്ലൈ ചെയ്തെന്ന് നിർത്തി. പിന്നെ ഞാൻ പഠിച്ച ഫീൽഡ് എന്ന് വെച്ചാൽ ലിഫ്റ്റ് ടെക്നീഷ്യൻ ആയിരുന്നു. ഓക്കെ. ആ ഫീൽഡ് അതിൽ തന്നെയായിരുന്നു നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ബോംബെയിൽ വെച്ചിട്ട് ഇന്റർവ്യൂവിന് പോയി. ഒരുത്തും പറ്റിക്കാൻ പറഞ്ഞാൽ വെച്ചാൽ ക്യാഷൊന്നും നമ്മുടെ നിന്ന് പോയില്ല, പക്ഷെ നമ്മുടെ ടൈം വേസ്റ്റ് ആയി. ഞാൻ വേറൊരു ജോലിൻ്റെ ഇടയിലായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞങ്ങളവിടെ പോയി, ഇൻ്റർവ്യൂ നടന്നില്ല. അവൻ ചെയ്ത പിന്നീടാണ് അറിഞ്ഞത് അവൻ കുറച്ച് പറ്റിപ്പിൻ്റെ ആളാണ് എന്നുള്ളത്. പിന്നെ കുറേ പേര് വിളിച്ച് എന്നെ അല്ല വിളിച്ചത്, ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവനെ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് വിളിച്ച് അവനെ എവിടെയാണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അവനെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ അറിഞ്ഞു ബാംഗ്ലൂർ പോലീസ് എന്തോ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പിടിക്കുന്നതിനേക്കാൾ മുമ്പ് പോലീസ് പിടിച്ചു. സ്വാഭാവികം. നമ്മൾ പോയി ബോംബെ പോയി തിരിച്ചു വന്നു എന്നല്ലാതെ ജോലിയൊന്നും ആയില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വർഷത്തോളം നാട്ടിൽ തന്നെ നിന്നു. ജോലി വേറെ നല്ല നോക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പറ്റിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ വിസ പരമായിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടും അങ്ങനെ ആരെങ്കിലും നിങ്ങളതിൽ എന്തെങ്കിലും നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ? ക്യാഷ് തട്ടിപ്പ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഈ റീസൺലി നടന്നതാണോ അതോ? ഓൾമോസ്റ്റ് ഒരു 2-3 years ആയിട്ടുണ്ടാവും. ഓക്കെ. കാരണം അവൻ്റെ വൈഫ് എന്താ വെച്ചാൽ നമ്മൾ ഈ എക്സ്പെക്ട് കഫേ എന്ന് പറയുമ്പോൾ എല്ലാ അനുഭവങ്ങളും നമുക്ക് പറയാം.
എന്താ വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ മുമ്പുള്ളതും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഉള്ളിൽ നിന്നുള്ളൊരു സംഭവങ്ങൾ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നാണ് സംഭവിച്ചത്. അവൻ്റെ വൈഫ് ഹൗസ് മണ്ണാർക്കാട് ആ ഭാഗത്താണ്. മണ്ണാർക്കാട്. അപ്പോൾ അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതാണ്. ഈ കാര്യത്തിലൊന്നും ചോദിച്ചില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, അതിലാണ് പെട്ടുപോവുക. അവനെ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, എടാ എന്ന പോലെ കാശ് പോയി എന്ന് പറഞ്ഞു. 25,000 രൂപ എന്താ പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ 25,000 രൂപ നാട്ടിൽ. അപ്പോൾ ഒരു ഏജന്റ് വേണം ഇവിടെ ജോലി. കാര്യം എന്ന് വെച്ചാൽ ഫുജറയിൽ ഒരു ഹെൽത്ത് സെൻ്ററിലെങ്ങാണ്ട് ജോലിയായിട്ട് 4,000 ദിർഹം ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ചെയ്ത് റൂം കാര്യങ്ങളെല്ലാം ഫാമിലി സ്റ്റാറ്റസ് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓഫറുകളൊക്കെ പറഞ്ഞ് കൊടുത്തു. അത് എല്ലാം തട്ടിപ്പ് ഓഫർ ലെറ്റർ അടക്കം ഓഫർ ലെറ്റർ പോലെ എല്ലാവരും കൊടുത്തു. അപ്പോൾ ഇവര് എല്ലാം കിട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടിയിട്ട് പെട്ടെന്ന് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ ആളെ വിവരമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഒന്നും അങ്ങോട്ടും വിളിച്ച് കിട്ടാതായപ്പോൾ അവൻ എന്നിട്ടാണ് എനിക്ക് അത് ഫോർവേഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രാജീവേട്ടൻ എന്ന് പറയും. ആള് ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് എനിക്ക് അറിയാലോ, സുബിക്ക് അറിയല്ലേ. അപ്പോൾ രാജീവേട്ടന് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ആള് 40-40 വർഷത്തോളം ആയല്ലോ UAE. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിക്കാറില്ല. അപ്പോൾ ആളെ ചോദിച്ചപ്പോൾ ആളിങ്ങനെ കുറേ റിമാർക്ക് റൗണ്ട് ചെയ്ത് തന്നു ഈ പേപ്പറിൽ. പാസ്പോർട്ട് നമ്പറും ഉണ്ട്, ഒറിജിനൽ പേരും ഉണ്ട്, അതല്ലാതെ ബാക്കി എല്ലാം റൗണ്ട് ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇത് ഫേക്ക് ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പൈസ തിരിച്ചു മേടിച്ചോ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ലാസ്റ്റ് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പോയത് പോയി. ഇനി ഏതായാലും അവനക്കുള്ള ഒരു അനുഭവം ഇനി എങ്ങനെയാലും ഇതാവില്ല. നിങ്ങളായാലും ഞാനായാലും നമ്മളിപ്പോ അവിടെ നിന്ന് ഇപ്പോ നാട്ടിൽ വിസയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ശരി, ബെറ്റർ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് അത് ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇപ്പൊ നാട്ടിൽ അതിന് ആപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇവിടുന്ന് ഒരു ഇറങ്ങിയിട്ടുണ്ട് ഫുൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിലിടുക അതിന്റെ മറ്റേ വർക്കിംഗ് പെർമിറ്റ് നമ്പറോ അങ്ങനെ എന്തോ ഇട്ട് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ലീഗലാണോ, അത് ഇനി പ്രശ്നമുണ്ടോ എന്താന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ബെറ്റർ എല്ലാവർക്കും. അല്ലാതെ വെറുതെ എടുത്തു ചാടി പൈസ കൊടുത്ത് പിന്നെ പോയി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിന്റെ പുറകിൽ സമയം. അതൊരു നല്ലൊരു പോയിന്റാണ്. അപ്പോൾ താങ്ക് യു.